മുന്നിൽ വെച്ചിരിക്കുന്ന നാക്കലിയിൽ നിരത്തി വെക്കുക. അതിന്റെ കൂർപ്പുള്ള ഭാഗം തെക്കോട്ട് വരുന്ന രീതിയിൽ നിരത്തി വെക്കുക. പവിത്രം എടുക്കുക. വലത് കൈയുടെ മോതിരവിരലിൽ ഇടുക. നിരത്തി വെച്ചിരിക്കുന്ന ദർഭയുടെ കീഴ്ഭാഗം തൊട്ട് തൊഴുക. കുറച്ച് വെള്ളം എടുക്കുക. നിരത്തി വെച്ചിരിക്കുന്ന ദർഭയുടെ മധ്യത്തിൽ വെക്കുക. അതിൽ തൊട്ടുകൊണ്ട് ചൊല്ലിത്തരുന്ന മന്ത്രം ചൊല്ലുക. വസു, രുദ്ര, ആദിത്യ, സ്വരൂപാൻ മമ പിതൃ പിതാമഹ പ്രപിതാമഹാനാം മാതൃ മാതാമഹ മാതൃപിതാമഹ മാതൃപ്രപിതാമഹാനാം മാതൃപിതാമഹി മാതൃപ്രപിതാമഹീനാം ധ്യായാമി അസ്മിൻ ഊർജേ ഉഭയ വംശ പിതॄണാം ആവാഹയാമി സ്ഥാപയാമി പൂജയാമി. മമ വർഗദ്വയ പിതൃഭ്യോ നമഃ. വലത് കൈയിൽ കുറച്ച് വെള്ളം എടുക്കുക. രണ്ട് കൈയും ചേർത്ത് വെക്കുക. വലതയുടെ ചൂണ്ടുവിരലിലൂടെ ഓം നമോ നാരായണായ എന്ന് ചൊല്ലി വെള്ളം കൊടുക്കുക. എള്ളിലേക്ക് കൊടുക്കുക. വീണ്ടും എടുക്കുക. ഓം നമോ നാരായണായ ചൂണ്ടുവിരലിലൂടെ കൊടുക്കുക. വീണ്ടും എടുക്കുക. ഓം നമോ നാരായണായ ചൂണ്ടുവിരലോട് കൊടുക്കുക. 3 പ്രാവശ്യം കൊടുക്കുക. തുളസിയില കൊണ്ട് ചന്ദനം എടുക്കുക. ഓം നമോ നാരായണായ ചന്ദനം മാത്രം കൊടുക്കുക. തുളസിയില കയ്യിൽ തന്നെ വെക്കുക. വീണ്ടും എടുക്കുക. ഓം നമോ നാരായണായ ചന്ദനം കൊടുക്കുക. വീണ്ടും എടുക്കുക. ഓം നമോ നാരായണായ ചന്ദനം കൊടുക്കുക. 3 പ്രാവശ്യം ചന്ദനം കൊടുക്കുക. 1 പ്രാവശ്യം വെള്ളം എടുക്കുക. ഓം നമോ നാരായണായ ചുണ്ടുവിരലിലൂടെ കൊടുക്കുക. 3 പ്രാവശ്യം പുഷ്പം കൊടുക്കണം. പുഷ്പം എടുക്കുക. ഓം നമോ നാരായണായ പുഷ്പം കൊടുക്കുക. വീണ്ടും എടുക്കുക. ഓം നമോ നാരായണായ കൊടുക്കുക. പ്രാവശ്യം കൂടി എടുക്കുക. ഓം നമോ നാരായണായ കൊടുക്കുക. 3 പ്രാവശ്യം വെള്ളം കൊടുക്കുക. വെള്ളം എടുക്കുക. ഓം നമോ നാരായണായ ചുണ്ടുവിരലിലൂടെ കൊടുക്കുക. വീണ്ടും എടുക്കുക. ഓം നമോ നാരായണായ കൊടുക്കുക. വീണ്ടും എടുക്കുക. ഓം നമോ നാരായണായ കൊടുക്കുക. 3 പ്രാവശ്യം വെള്ളം കൊടുക്കുക. കറുകപ്പുല്ല് എടുക്കുക. കറുകപ്പുല്ല് മുഴുവൻ എടുക്കുക. കറുകപ്പുല്ല് മുഴുവൻ എടുക്കുക. കുറച്ച് വെള്ളം എടുക്കുക. അതിൽ കുറച്ച് ചന്ദനം ചേർക്കുക. 2 കൈകളിലും ആക്കുക. കൈ കുറച്ച് മേൽപോട്ട് ഉയർത്തി പിടിക്കുക. ആദ്യ പിതൃക്കളെ ആവാഹിക്കുന്നതായി സങ്കല്പിക്കുക. ചൊല്ലിത്തരുന്ന മന്ത്രം ചൊല്ലുക. ആദ്യ പിതൃണാം ആവാഹയാമി സ്ഥാപയാമി പൂജയാമി. കൈ മെല്ലെ താഴ്ത്തുക. 2 കൈകളും വലത് കൈയിലാക്കുക. അങ്ങ് എടുത്തു വെച്ചിരിക്കുന്ന ദർഭയുടെ മുകളറ്റത്ത് വെക്കുക. അവിസ് ഉരുട്ടിയെടുക്കുക. കുറച്ച് ഇലയിൽ വെച്ച് ബാക്കി മുഴുവനും ഉരുട്ടിയെടുക്കുക. കുറച്ച് ഇലയിൽ വെക്കുക. ബാക്കി മുഴുവനും എടുക്കുക. കയ്യിൽ വെച്ചുകൊണ്ട് നന്നായി ഉരുട്ടുക. കയ്യിൽ വെച്ചുകൊണ്ട് ചൊല്ലിത്തരുന്ന മന്ത്രം ചൊല്ലുക. മാതൃവംശേ വ്രതായസ്ഥ പിതൃവംശേ
തഥൈവ ച ഗുരു സ്വശുര ബന്ധൂനാം ഏചാന്യേ ബാന്ധവാമൃത തിലോദകം ച പിണ്ഡം ച പിതॄണാം പരിതുഷ്ടയേ സമർപ്പയാമി ഭക്ത്യാ അഹം പ്രാർത്ഥയാമി പ്രസീദമേ. ദർഭയുടെ മധ്യത്തിൽ പിണ്ടപൊക്കുക. ഇതിൽ തൊട്ടുകൊണ്ട് പിതൃക്കളെ സ്മരിക്കാം. കുറച്ച് വെള്ളം എടുക്കുക, അതിൽ കുറച്ച് വെള്ളം ചേർത്ത് തിലോദകം സമർപ്പയാമി എന്ന് ചൊല്ലി പിണ്ടത്തിലേക്ക് ഒഴിക്കുക. തിലോദകം സമർപ്പയാമി എന്ന് ചൊല്ലി ഒഴിക്കുക. വലത് കയ്യിൽ കുറച്ച് വെള്ളം എടുക്കുക. ഓം നമോ നാരായണായ ചൂണ്ടുവരലൂടെ കൊടുക്കുക. വീണ്ടും എടുക്കുക. ഓം നമോ നാരായണായ ചൂണ്ടുവരലൂടെ കൊടുക്കുക. ഒരു പ്രാവശ്യം കൂടി എടുക്കുക. ഓം നമോ നാരായണായ കൊടുക്കുക. തുളസിയില കൊണ്ട് ചന്ദനം എടുക്കുക. ഓം നമോ നാരായണായ കൊടുക്കുക. വീണ്ടും എടുക്കുക. ഓം നമോ നാരായണായ കൊടുക്കുക. ഒരു പ്രാവശ്യം കൂടി എടുക്കുക. ഓം നമോ നാരായണായ കൊടുക്കുക. 3 പ്രാവശ്യം കൊടുക്കുക. ഒരു പ്രാവശ്യം വെള്ളം കൊടുക്കുക. വെള്ളം എടുക്കുക. ഓം നമോ നാരായണായ ചുണ്ടുവരലൂടെ കൊടുക്കുക. പുഷ്പം എടുക്കുക. ഓം നമോ നാരായണായ പുഷ്പം കൊടുക്കുക. വീണ്ടും എടുക്കുക. ഓം നമോ നാരായണായ കൊടുക്കുക. വീണ്ടും എടുക്കുക. ഓം നമോ നാരായണായ കൊടുക്കുക. പുഷ്പം കൊടുക്കുക. 3 പ്രാവശ്യം വെള്ളം കൊടുക്കുക. വെള്ളം എടുക്കുക. ഓം നമോ നാരായണായ കൊടുക്കുക. വീണ്ടും എടുക്കുക. ഓം നമോ നാരായണായ കൊടുക്കുക. ഒരു പ്രാവശ്യം കൂടി എടുക്കുക. ഓം നമോ നാരായണായ കൊടുക്കുക. 3 പ്രാവശ്യം കൊടുക്കുക. തൊഴുതുകൊണ്ട് ചൊല്ലിത്തരുന്ന മന്ത്രം ചൊല്ലുക. ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗീഭ്യ ഏവച നമ സ്വധായൈ സ്വാഹായൈ നിത്യമേവ നമോ നമഃ ആബ്രഹ്മണോയേ പിതൃവംശജാത വംശഭവ മദീയ മിത്രാണി സഖ്യ പശവശ്ച വൃഷ ദൃഷ്ടാശ്ച അദൃഷ്ടാശ്ച കൃതോപകാര ജന്മാന്തരേ യേ മമ സങ്കതാശ്ച തേഭ്യ സ്വയം പിണ്ഡബലിം ദദാമി ഭൂമൗ ദത്തേന ബലിന തൃപ്തായാന്തു പരാംഗതി അതീത കുലകോടീനാം സപ്തദ്വീപ നിവാസിനാം പ്രാണീനാം ഉദകം ദത്തം അക്ഷയ്യമുപതിഷ്ഠതു. നന്നായി പ്രാർത്ഥിക്കുക. വലത് കയ്യിൽ കുറച്ച് വെള്ളം എടുക്കുക. അവസാനീയർഘ്യമിതം എന്ന് ചൊല്ലി പിണ്ടത്തിലേക്ക് ഒഴിക്കുക. പവിത്ര ഊര അതിന്റെ കെട്ടഴിച്ച് അതിലിടുക. എല്ലാം കൂട്ടിച്ചേർത്ത് തലയിൽ വെച്ച് സമുദ്രത്തിൽ അർപ്പിക്കുക. സാധനം വെച്ച അലയിലുള്ളത് സമുദ്ര തീരത്ത് കാക്കു കൊടുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. സമുദ്രത്തിൽ അർപ്പിക്കുന്ന സമയത്ത് ഇതം പിണ്ഡം ഗയാർപ്പിതോ അസ്തു എന്ന് ചൊല്ലി അർപ്പിക്കുക. ഇതം പിണ്ഡം ഗയാർപ്പിതോ അസ്തു എന്ന് ചൊല്ലി അർപ്പിക്കുക. ഇതം പിണ്ഡം ഗയാർപ്പിതോ അസ്തു എന്ന് ചൊല്ലി തർപ്പണം ചെയ്ത വസ്തുക്കള് സമുദ്രത്തിൽ സമർപ്പിക്കുക. അതിന് മുന്നിൽ തന്നെ മറ്റേ ഇലയിലുള്ളത് സമുദ്ര തീരത്ത്, അതായത് കുറച്ച് മാറി വെക്കണം, അല്ലെങ്കിൽ അടുത്ത ആൾക്കാർ ചവിട്ടി പോകും.
ആർക്കും സമുദ്രത്തിൽ ഇറങ്ങാനില്ല, കടലിൽ ഇറങ്ങാനുള്ള അനുവാദമില്ല. പ്രോക്ഷാളനം ചെയ്താൽ മതി, വെള്ളം അടുത്ത് നേരെ തളിച്ചാൽ മതി. ഇതം പിണ്ഡം ഗയാർക്കതോ അസ്തു എന്ന് ചൊല്ലിയത് സമുദ്രത്തിൽ സമർപ്പിക്കുക. ശേഷം ഇവിടെ വന്ന് ദക്ഷിണ സമർപ്പിച്ച് ശേഷം കാൽമുഖമൊക്കെ കഴുകി ക്ഷേത്രദർശനം നടത്തുക, ബുദ്ധപുരാണ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക, ദാന ധർമ്മ കർമ്മങ്ങളിൽ ഏർപ്പെടുക. ഇന്നത്തെ ദിവസം പൂർണ്ണമായും നല്ല ചിന്തയായാലും നല്ല പ്രവൃത്തിയായാലും നൽകുക. വസ്ത്രം നിറഞ്ഞ സ്ത്രീകൾക്ക് വസ്ത്രം മാറാനുള്ള വ്യവസ്ഥ സേനാഭാരതിയുടെ അടിസ്ഥാനത്തിൽ